നമസ്കാരം. ഞാൻ ഗിൽബർട്ട്. ഈഗിളായി ദ റിയൽ സ്റ്റോറീസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ സർവീസ് ജീവിതത്തിലെ അനുഭവക്കുറിപ്പുകൾ കഥാരൂപത്തിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഞാൻ. എൻ്റെ ഇന്നത്തെ കഥ ആരംഭിക്കട്ടെ. വീട്ടിനുള്ളിൽ ഒരു 16-കാരി കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടു. ഈ സന്ദേശം ലഭിച്ചതനുസരിച്ചാണ് ഞാൻ അവിടെ രാവിലെ എത്തിയത്. ഞാൻ അവിടെ എത്തുമ്പോൾ എസ് ഐ ഉണ്ട്, പോലീസുകാർ, പാർട്ടി എല്ലാം ഉണ്ട്. നിറയെ ആളും. ഒരു വലിയ മാളിക, രണ്ട് സൈഡും റോഡുണ്ട്. രണ്ട് സൈഡിലും ഫ്രണ്ടേജ് ഉള്ള ഒരു വലിയ വീട്. അതിൻ്റെ താഴത്തെ നില മുഴുക്കെ, ഗ്രൗണ്ട് ഫ്ലോർ മുഴുക്കെ ഈ കാർ പാർക്കിങ്ങിന് ഉപയോഗിക്കും. രണ്ട് ആഡംബര കാറുകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ കൂടെ വക്കീൽ ഓഫീസിലേക്കും മറ്റു സൈഡിൽ കൂടെ വീട്ടിനുള്ളിൽ വീട്ടുകാർക്ക് വരാനുള്ള രണ്ട് ഗേറ്റും ഉണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എസ് ഐ എന്ന വഴി കാട്ടി തന്ന് ഞങ്ങൾ ആ വക്കീലിൻ്റെ ഓഫീസിലോട്ട് കയറുന്ന ആ സ്റ്റെപ്പിലൂടെ കയറി മുകളിലെത്തി. ഇടതുവശത്ത് ഒരു വലിയൊരു ഹാൾ റൂം. ആ ഹാൾ റൂമിൽ നിറയെ കസേരകളും മേശകളും അലമാരകളും നിയമപുസ്തകങ്ങൾ നിറയെ അടുക്കി വെച്ച അലമാരകളും കിടപ്പുണ്ട്. ഒന്ന് രണ്ട് ജൂനിയർ വക്കീലന്മാരും നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് ആ ഒരു വാതിൽ കടന്നകത്ത് കയറുമ്പോഴാണ് ഒരു 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 സിറ്റ് ഔട്ട് പോലെ ഒരു വിസിറ്റേഴ്സ് റൂം. അത് കഴിഞ്ഞ് അപ്പുറത്താണ് രണ്ട് ബെഡ്റൂം. അപ്പോൾ ബെഡ്റൂമിൽ കടന്നു ചെല്ലുമ്പോൾ ഒരു ബെഡ്റൂമിൽ അടുത്ത സമീപത്തായിട്ടാണ് വക്കീലും ഭാര്യയും ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കയറുന്നതിനകത്ത് തന്നെ എസ് ഐ ആ വിവരണങ്ങളൊക്കെ തന്നു. സാർ, 6 മണിയോടെയാണ് ദാമോദരൻ എന്ന് പറയുന്ന ആൾ സ്റ്റേഷനിലെത്തി ഒരു മൊഴി പറഞ്ഞത്. അതിനുള്ള തൊട്ടടുത്ത വീട്ടിനുള്ളിൽ 16-കാരിയെ കഴുത്തറുത്ത നിലയിൽ കാണപ്പെട്ടു. അത് അയാളെ അറിഞ്ഞ പാടെ വീട്ടിനകത്ത് ചെന്ന് നേരിട്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് സ്റ്റേഷനിൽ വന്ന് മൊഴി പറഞ്ഞതെന്ന് പറഞ്ഞതനുസരിച്ച് അയാളുടെ മൊഴി രേഖപ്പെടുത്തിയാണ് ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത്. ഉടൻ തന്നെ അവിടെ സമയത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്ന പോലീസുകാരും പാർട്ടിയൊക്കെ ഇവിടെ എത്തി അത് നോക്കിയപ്പോൾ സംഭവം ശരിയാണ്, ട്രൂ കേസാണ്. ഒരു പെൺകുട്ടി, 16-കാരിയായ പെൺകുട്ടി ഒരു ബെഡ്റൂമിനുള്ളിൽ കഴുത്തറുത്ത നിലയിൽ കാണപ്പെട്ടു. അതിനടുത്ത മുറിയിലാണ് അഡ്വക്കേറ്റും ഭാര്യയും ഇരിക്കുന്നത്. അപ്പം ഈ മൊഴി രേഖപ്പെടുത്തിയ അയാളെ അഭിപ്രായത്തിൽ രാവിലെ ഒരു 6 മണിയോടുകൂടിയാണ് 5 മണിയോടുകൂടിയാണ് വക്കീൽ എന്നെ വിളിച്ചുണർത്തി. ഞാൻ അടുത്ത വീട്ടുകാരനാണ്. എന്നെ വിളിച്ചുണർത്തിയിട്ട് ഈ വിവരം പറഞ്ഞത്. എന്നിട്ട് എന്നെ അദ്ദേഹത്തിന് ഒന്നും ചലിക്കാൻ പോലും ആവാതിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ തന്നെ സ്റ്റേഷനിൽ ചെന്ന് മൊഴി പറഞ്ഞു ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞതനുസരിച്ച് അത് എന്തൊക്കെ പറയണമെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു തന്നതനുസരിച്ച് ഞാൻ വീട്ടിൽ ചെന്ന് ഡ്രസ്സ് ചെയ്ത് സ്കൂട്ടർ എടുത്ത് സ്റ്റേഷനിൽ ചെന്നിട്ടാണ് മൊഴി നൽകിയതെന്നാണ് ഈ തൊട്ടടുത്ത അയൽക്കാരൻ്റെ എഫ്ഐ മൊഴിക്കാരനായ ദാമോദരൻ പറഞ്ഞു. അപ്പോൾ ഈ ഈ ഈ സംഭവം കഴിഞ്ഞ ഉടനെ എന്നെ പോലീസുകാരെത്തി അവിടെ സീൻ ഗാർഡ് ചെയ്യാൻ പോലീസുകാരെയൊക്കെ നിർത്തിയിട്ടാണ് സാറിന് വിവരം അറിയിച്ചത്. ഓ, നേരെ കയറി സ്റ്റെപ്പ് കയറി കൂടെ ചെല്ലുമ്പോൾ വക്കീലും ഭാര്യയും അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം കാര്യം പറഞ്ഞു. 1 മണിയോട് അടുപ്പിച്ചാണ് മകള് പഠിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ അടുത്ത മുറിയിൽ, എതിരെയുള്ള മുറിയിൽ ഉറങ്ങാൻ പോയത്. രാത്രി 1 മണിയോടുകൂടി ഒരു ശബ്ദം കേട്ടു, എന്തോ ഒരു ശബ്ദം കേട്ടപോലെ തോന്നി. ഞങ്ങൾ എണീറ്റ് വന്ന് നോക്കുമ്പോൾ മകളുടെ മുറിയുടെ വാതിൽ അടച്ചിരിക്കുന്നു. ആ മുറിയിലേക്ക് കയറാൻ മറ്റൊരു വാതിലൂടെയുണ്ട്. അതിൽ കയറി നോക്കുമ്പോഴാണ് മകള് കഴുത്തറുത്ത നിലയിൽ ലാസ്റ്റ് അവസാനത്തെ ശ്വാസം വലിക്കുന്ന സ്റ്റേജിലാണ് ഞങ്ങൾ കണ്ടത്. ഓടിച്ചെന്ന് വാതിൽ തുറന്ന് പുറത്തേക്ക് നോക്കി, ആരെങ്കിലും പുറത്ത് ഓടുന്ന കണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അവിടെ നോക്കിയിട്ട് സ്റ്റെപ്പിൽ തുറത്തൊന്നും ആരെയും കണ്ടില്ല. അവിടെ മറ്റൊരു മുറിയിലാണ്, താഴെ ഒരു മുറിയിലാണ് ഓഫീസ് ക്ലർക്ക് ഒരാൾ കിടപ്പുണ്ടായിരുന്നു. പക്ഷെ അയാൾ അവിടെ ഇല്ലായിരുന്നു. ഞങ്ങൾ തിരിച്ചു വന്ന് നോക്കുമ്പോൾ മകള് അവസാന ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളാകെ തകർന്നു പോയി.
ഞങ്ങൾ ആ മകൾ 2 സൈഡിലും മകളെ കെട്ടിപ്പുണർന്ന് അവിടെ കിടന്നുപോയി. ഒന്നും അറിഞ്ഞില്ല. ഏതാണ്ട് 5 മണി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ വീണ്ടും എഴുന്നേറ്റത്. എഴുന്നേറ്റ ഉടനെ തന്നെ അടുത്ത വീട്ടിലെ ദാമോദരനെ വിളിച്ചുണർത്തി വിവരം പറഞ്ഞു. ഓ! ഇതാരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല. എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. ബാക്കിയില്ല. അപ്പൊ ഞാനൊന്ന് നോക്കട്ടെ. കുട്ടിയെ ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ആ മുറിയിലേക്ക് ആ മുറിയിലേക്ക് കയറി ചെല്ലുമ്പോഴ് സുന്ദരിയായ ഒരു കുട്ടി ഉറങ്ങുന്ന പോലെ കിടക്കുകയാണ്. കഴുത്തറുത്ത ഇതിൻ്റെ വിടർന്ന ഒരു മുറിവുണ്ട്. നോക്കി നിൽക്കുമ്പോൾ കഴുത്തിൽ സ്റ്റെതസ്കോപ്പ് അണിഞ്ഞ് നടക്കാൻ കൊതിച്ചൊരു പെൺകുട്ടി ആ സ്വപ്നങ്ങളുമായി ഇതാ ഉറക്കത്തിൽ കഴുത്തറുത്ത നിലയിൽ ചലനമറ്റ് കിടക്കുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് പരിശോധിക്കാൻ വേണ്ടി തുടങ്ങുന്നതിന് മുമ്പ് അവിടെ റൂമിലുണ്ടായിരുന്നവരെയൊക്കെ ഒന്ന് പുറത്താക്കിയിട്ട് വാതിലടച്ച് പരിശോധിക്കും. നോക്കിയപ്പോൾ ഒരു ലോങ് സ്കർട്ടാണ്, ഇലാസ്റ്റിക് ഹിപ്പുള്ള ഒരു ലോങ് ഷർട്ടാണ്, ലോങ് സ്കർട്ടാണ് ധരിച്ചിരിക്കുന്നത്. ആ ലോങ് സ്കർട്ട് ഒന്ന് മാറ്റി നോക്കിയപ്പോൾ ആണ് അതിൻ്റെ അടിവശത്ത് വേറെ മറ്റു വസ്ത്രങ്ങളൊന്നുമില്ല. മുറിവ് വല്ലതും പറ്റിയിട്ടുണ്ടോ നോക്കിയപ്പോൾ ഒരു മുറിവുമില്ല. റേപ്പ് വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് നോക്കാനാണ് വസ്ത്രം മാറ്റി പരിശോധിച്ചത്. പക്ഷേ അത് നോക്കുമ്പോൾ കാണുന്ന ഇതെന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ക്ലീനായിട്ട് തുടച്ച് യൂഡിക്കുളം കൊണ്ട് തുടച്ച് വൃത്തിയാക്കിയ നിലയിലാണ്. ഒരു പാടമൊന്നുമില്ല. ആ പാവടയിലാണെങ്കിൽ ഒരു ചുളുക്കുമില്ല. പുതിയതായിട്ട് മരുന്നെടുത്ത് ധരിച്ച പോലെ. ആ അരക്കെട്ടിന് താഴെയുള്ള ഒരു ഭാഗത്തും ഒരു പൊടി പോലും ഇല്ലാതെ എല്ലാം ക്ലീനാക്കി തുടച്ച് വൃത്തിയാക്കി. തിരിച്ച് വസ്ത്രമൊക്കെ ധരിപ്പിച്ച് വെച്ചിട്ട് മറ്റ് നടപടികൾ തുടങ്ങാൻ വേണ്ടിയായിട്ട് ഞാൻ ആരംഭിച്ചു. അപ്പോൾ വക്കീലിനോട് ചോദിച്ചു, എന്താ സംഭവിച്ചതാണ്, നിങ്ങളുടെ വെർഷൻ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങളുടെ ഒരു സംശയം, ഏതോ ഒരു കള്ളൻ പുറത്തുനിന്ന് വന്നിട്ട് ലൈംഗിക ബന്ധത്തിന് ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അവൾ എതിർത്തത് കാരണം അയാൾ ആ കുട്ടിയെ ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ട് പോയതായിരിക്കണം എന്നാണ് നമ്മൾ കരുതുന്നത്. അതാണ് തോമസ് വക്കീലിൻ്റെ വെർഷൻ. അപ്പോൾ ഇത് തുറന്ന് ആരാണെന്ന് അറിയണമല്ലോ എന്ന് നോക്കുമ്പോൾ തൊട്ടടുത്ത മുറിയിലാണ്, തൊട്ടപ്പുറത്ത് താഴത്തെ മുറിയിലാണ് ബിനു എന്ന ഓഫീസ് ക്ലർക്ക് താമസിക്കുന്നത്. അയാളുടെ മുറിയിലേക്ക് ചെന്ന് നോക്കി. അവിടെ നോക്കിയപ്പോൾ അവിടെ ആരുമില്ല. മുറി ഒഴിഞ്ഞ് കിടക്കുന്നു. അതുവഴി സ്റ്റെപ്പ് മുകളിലോട്ട് കയറി നോക്കിയിട്ടും അവിടെ ആരെയും കണ്ടതുമില്ല. തിരിച്ച് വന്നിട്ട് ഈ ജൂനിയർ ക്ലർക്ക് കിടക്കുന്ന ആ മുറി ഒന്നുകൂടെ പരിശോധിക്കണമെന്ന് തോന്നി. അപ്പോൾ ഇതെന്തെങ്കിലും സംഭവിച്ചിട്ട് ഇത് ചെയ്തിട്ട് ഇയാളാണോ പോയത്, അതോ ഇയാളെയും കൂടെ വന്ന കൊലയാളി അപകടപ്പെടുത്തിയോ എന്നൊരു സംശയവും വക്കീൽ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വക്കീൽ ബിനുവിൻ്റെ മുറി ഒന്ന് പരിശോധിക്കാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഒരു ഡയറി, മേശപ്പുറത്തൊരു ഡയറി ഉണ്ട്, ചെറിയ ഡയറി ഉണ്ടായിരുന്നതിൽ മറിച്ച് നോക്കുമ്പോൾ കണക്കുകളും 1-2 കണക്കുകൾ എഴുതിയതല്ലാതെ കൂടാതെ ഒരു പേഴ്സ്, അതിൽ 2 ആളുകളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു പേഴ്സ്. ആ പേഴ്സിൽ നോക്കിയപ്പോൾ ഒരു 2000 രൂപ ഇരിക്കുന്നു. പെട്ടെന്നാണ് സംശയിച്ചത്, ഈ സ്ഥലം വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ പേഴ്സ് കൊണ്ടുപോകാതെ പോവില്ല. ആരായാലും ശരിയാണ്, പൈസ ഇല്ലാതെ പോവില്ലല്ലോ. അപ്പം ബിനു ചിലപ്പോൾ സാവകാശം കിട്ടാത്തതുകൊണ്ടായിരിക്കോ എന്നറിയില്ല, എന്താണെന്ന് അറിഞ്ഞില്ല, ആ പേഴ്സ് അയാൾ കൊണ്ടുപോയിട്ടില്ല. ആ ഡയറിയിലെ കുറിപ്പുകൾ മറിച്ച് നോക്കിയിട്ട് അതിൽ ചില പേജുകളിൽ ചുവന്ന മഷി കൊണ്ടും 1-2 സ്ഥലത്ത് പച്ച മഷി കൊണ്ടും ഇൻറ്റു മാർക്ക് ചെയ്തിരിക്കുന്നു. അതെന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ടും ഒരു പിടിയും കിട്ടിയില്ല. ഡയറി മടക്കി വെച്ചിട്ട് എസ് ഐ എടുത്ത് പറഞ്ഞു, എഴുതുമ്പോൾ ഈ മുറിയുടെ പരിശോധിച്ച് ഇതിൻ്റെ മുറിയുടെ വിവരണങ്ങളും കൂടെ എഴുതണം. ഈ പേഴ്സും ഈ ഡയറിയും ബന്ധുവസിലെടുക്കണമെന്ന് നിർദ്ദേശവും നൽകിയിട്ടാണ് തിരിച്ചു വന്നത്. ഇതിനിടയ്ക്ക് എസ് ഐ എടുത്ത് അവിടെ പറഞ്ഞു വെച്ചു, നിങ്ങൾ പോയി സ്റ്റേഷനിൽ പോയിട്ട് ഉടനെ എല്ലായിടത്തേക്കും മെസ്സേജ് അയക്കണം, എല്ലാ സ്റ്റേഷനിലേക്ക് അയക്കണം. ആ സ്റ്റേഷനിലായി മെസ്സേജ് അയക്കേണ്ട ഡീറ്റെയിൽ ഞാൻ അഡ്വക്കേറ്റോട് ചോദിച്ചിട്ട് ഞാൻ വിളിച്ച് പറഞ്ഞുതരാം.
മറ്റ് ക്രൈം കാർഡുകൾ എഴുതി ഇങ്ങനെ ഈ വിവരങ്ങളെല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് മെസ്സേജ് അയക്കണം. ഇങ്ങനെ സംശയിക്കുന്ന കൊലയാളികൾ ആരും കണ്ടോ എന്ന് അന്വേഷിക്കണമെന്നുള്ളത് മെസ്സേജ് അയക്കണമെന്നുള്ള നിർദ്ദേശവും നൽകി എസ് ഐ പറഞ്ഞയക്കുകയും ചെയ്തു. മെല്ലെ തിരിച്ച് അഡ്വക്കേറ്റിൻ്റെ അടുത്ത് ചോദിച്ചു, സാർ ആ ക്ലർക്കിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിരുന്നെങ്കിൽ. അത് അവൻ്റെ പേര് ബിനു എന്നാണ്. അവൻ ഇടുക്കി ശാന്തമ്പാറ സ്വദേശിയാണ്. 30 വയസ്സ് പ്രായം, 5 അടി 4 ഇഞ്ച് ഉയരം, വെളുത്ത നിറം. ഏതാണ്ട് 10 വർഷത്തോളമായി അവൻ ഈ ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ കൂടെ ജോലിക്ക് വന്നിട്ട് 10 വർഷത്തോളമായി. അപ്പോൾ വിദ്യാഭ്യാസം ഉള്ളവനാണ്. ഇപ്പോൾ ഏത് സാഹചര്യത്തിലാണ് കാണപ്പെട്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ വക്കീലിൻ്റെ മുഖത്തേക്ക് പതുക്കെ നോക്കി. ഇവൻ തന്നെ ആയിരിക്കുമോ ഇത് ചെയ്തത്? വക്കീല് ഭാവഭേദമൊന്നും കൂടാതെ പറഞ്ഞു, അവനെ കാണാനില്ല. എൻ്റെ മകള് മരിച്ചു കിടക്കുന്നു. ഇതാണ് സാഹചര്യം എന്ന് മാത്രമേ വക്കീൽ പറഞ്ഞു. സമ്മതിച്ചു. അത് ആ വിവരണങ്ങളും എഴുതി എസ് ഐക്ക് വിളിച്ച് പറഞ്ഞു കൊടുത്തു. അവർ എല്ലായിടത്തും മെസ്സേജ് അയച്ച് അയക്കുകയും ചെയ്തു. ഇതിനിടയ്ക്ക് കമ്മീഷണർ, രാഷ്ട്രീയ നേതാക്കളുടെ അടക്കം ഒരു വൻപിച്ച നിര ജനക്കൂട്ടം തള്ളിക്കയറുന്നതിനോടൊപ്പം തന്നെ ഈ VIP-കളുടെ തള്ളിക്കയറ്റമാണ് അതിലധികം. എല്ലാവരും വന്ന് വക്കീലിൻ്റെ അടുത്ത് ഭവ്യതയായിട്ട് കാര്യമായിട്ട് സംസാരിക്കുകയും അയാളെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതിനിടയ്ക്കുള്ള തിരക്കിൽ നിന്ന് മാറി വേറെ ഇൻക്വസ്റ്റ് വേഗം എഴുതി തുടങ്ങാം എന്ന് പറഞ്ഞ് എസ് ഐ വിളിച്ച് വന്ന് ഇൻക്വസ്റ്റ് എഴുതി തുടങ്ങി. ഇൻക്വസ്റ്റ് എഴുതി തുടങ്ങിയപ്പോഴാണ് ഈ ഡീറ്റെയിൽ എല്ലാം നമ്മൾ നോക്കി വന്നപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളെ ശ്രദ്ധയിൽ. ഈ കുട്ടി കിടക്കുന്ന രീതി കണ്ടിട്ട് വയലൻസിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണപ്പെട്ടില്ല എന്ന് പ്രാഥമികമായിട്ട് ഞങ്ങൾക്ക് തോന്നി. എഴുതിക്കൊണ്ടിരുന്നതിനിടയിൽ തന്നെ ഫിംഗർ പ്രിൻ്റ് ബ്യൂറോക്കാരും ഈ സയൻറ്റിഫിക് എക്സ്പെർട്ടും ഒക്കെ അവരുടെ പരിശോധനകളും ആരംഭിച്ചു. അപ്പോൾ അവരുടെ പരിശോധനകൾ ആരംഭിച്ചിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനിടയ്ക്ക് എല്ലാവരും കമ്മീഷൻ വന്ന് ഡയറക്ഷൻ തരുന്നു, മറ്റേ പോലീസ് ഓഫീസർമാർ വന്ന് നിർദ്ദേശങ്ങൾ ചെലുത്തും, ഇന്നത് ചെയ്യണമെന്നൊക്കെ നിർദ്ദേശം നൽകുന്നുണ്ട്. അപ്പോൾ അവരുടെ എല്ലാം അവർക്കെല്ലാം കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് ഈ തോമസ് വക്കീലാണ്. ഇന്ന സാഹചര്യമാണ്, ഇന്നതാണ് സംഭവം. അപ്പം ഈ കാണാതായ വിനുവിനെയാണ് ഇപ്പോൾ തൽക്കാലം സംശയം എന്നുള്ള കാര്യങ്ങൾ വരെ തോമസ് വക്കീൽ പറയുന്നതെല്ലാം അവരെല്ലാം കേട്ടിരുന്നിട്ട് പോയിച്ചു. ഇതിനിടയ്ക്ക് ഇവർ സയൻറ്റിഫിക് എക്സ്പെർട്ട് എന്ന പരിശോധനകളൊക്കെ നടത്തിയതിന് ശേഷം മടങ്ങുന്നതിന് മുമ്പ് മെല്ലെ അരികിലെത്തി പറഞ്ഞു, സർ, വയലൻസിൻ്റെ ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. റേപ്പ് നടന്നിട്ടുണ്ടോ ഇല്ലയോ ഒന്നും അറിയാൻ പറ്റുന്നില്ല. കാരണം കുട്ടിയുടെ അരയ്ക്ക് തീരെ എല്ലാം ക്ലീൻ ആയിട്ടുണ്ട്. ആരാണെന്നറിയില്ല, വ്യക്തമായിട്ട് യൂഡിക്കൊളോൺ തുടച്ചുകൊണ്ട് വൃത്തിയാക്കിയിട്ടുണ്ട്. ഞങ്ങൾ നോക്കിയിട്ടുമ്പോൾ അത് തന്നെയാണ് കാണുന്നത്. ഈ സാധാരണ ശ്വാസം പോകാൻ നേരത്ത് മലമൂത്ര വിസർജനം നടത്തും എന്നാണ് രേഖകളിൽ പഠിച്ചിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ യാതൊരു ലക്ഷണങ്ങളുമില്ല. ഈ പറഞ്ഞിട്ട് അവസാനം അവർ ഒരു ഡയലോഗ് കൂടെ പറഞ്ഞു, സാർ, പുതിയ പാവാട, എല്ലാ വസ്ത്രങ്ങളും എല്ലാം ഒരു ചുളുക്ക് പോലും ഇല്ലാതിരിക്കുന്നു. കുട്ടി പൗഡർ ഇട്ട് കണ്ണെഴുതിയിട്ടില്ല എന്നൊരു കുറവ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അവർ മടങ്ങിയത്. അതിൽ എല്ലാം അടങ്ങിയിട്ടുണ്ടായത്. കൂടുതൽ സംസാരിച്ച് അവർ പോവുകയും ചെയ്തു. ഞങ്ങളുടെ അന്വേഷണങ്ങൾ നടത്തുന്ന കൂട്ടത്തിൽ ഈ പത്രക്കാരൊക്കെ വന്നു. പത്രക്കാർക്ക് എല്ലാം എല്ലാ മാധ്യമങ്ങൾക്കും കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു തോമസ് വക്കീൽ. തോമസ് വക്കീൽ പറയുന്ന കാര്യങ്ങളെല്ലാം അതേപടി എഴുതിയെടുക്കുകയും ചെയ്തു. ഞങ്ങളുടെ അന്വേഷണം ഒരു പരിധി വരെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഒരു സ്ക്വാഡിനെ ഉണ്ടാക്കിയിട്ട് ഈ തോമസ് വക്കീലിന് എതിരെ ശത്രുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിക്കാനും മുൻ ശിക്ഷക്കാരെ പറ്റി അവരെ അന്വേഷിക്കാനും എല്ലാത്തിനും ഓരോ പ്രത്യേക സ്ക്വാഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങളുടെ അന്വേഷണത്തിൽ ഒരു കുറവും വരാത്താതെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ സമയത്ത് ഈ എല്ലാവരുടെയും സംശയം ബിനുവിനെയാണ്. ബിനുവിൻ്റെ സ്ഥലം അന്വേഷിക്കാനായിട്ട് ശാന്തമ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചറിയിച്ചിട്ട് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടോ, അവിടെ എത്തിയിട്ടുണ്ടോ എന്നറിയണം, ബിനു എന്നൊരാൾ. അതിനെ വക്കീൽ തന്നെ പറഞ്ഞ് അവൻ്റെ അച്ഛനും അമ്മയും മരിച്ചുപോയി. ഇവിടെ വരുന്നതിന് ശേഷമാണ് അവൻ്റെ അമ്മയും മരിച്ചത്. അവിടെ അവന് വീടെന്ന് പറഞ്ഞതൊന്നും ഉണ്ടാവില്ല.
പിന്നെ അടുത്ത ബന്ധുക്കൾ ഉണ്ടെങ്കിലായി, ഇല്ലെങ്കിലായി. അവൻ അവിടെ പോകാൻ സാധ്യത കുറവാണെന്നുള്ള ഒരു സൂചനയും തോമസ് വക്കീൽ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്കിലും ഞങ്ങളുടെ ഇതനുസരിച്ച് നടപടിക്രമം അനുസരിച്ച് ശാന്തമ്പാറ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറ്റി വന്നിട്ടുണ്ടെന്ന് അറിയാനുള്ള ഏർപ്പാടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ മറുപടിയൊന്നും പോസിറ്റീവായിട്ട് മറുപടിയൊന്നും ലഭിച്ചതുമില്ല. ഞങ്ങളുടെ അന്വേഷണ ഭാഗമായിട്ട് ഞങ്ങൾ കുട്ടിയെ തോമസ് വക്കീൽ പത്രക്കാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിടയ്ക്ക് ഞങ്ങൾ വീണ്ടും കുട്ടിയുടെ മുറിയിലുള്ള വിവരണങ്ങൾ എഴുതുകയും അതിൻ്റെ തെളിവുകൾ ശേഖരണവും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ കഴുത്തറക്കാൻ ഉപയോഗിച്ച കത്തി എവിടെയെങ്കിലും ഉണ്ടോ എന്ന് പരിശോധന നടത്തി. എന്നിട്ട് പുറത്തിറങ്ങി സിറ്റൗട്ടിൽ നോക്കിയപ്പോൾ ചെടിച്ചട്ടികളെല്ലാം നിരത്തി വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായ ചെടികൾ നനച്ച് വളർത്തിയിട്ടുണ്ട്. അതൊക്കെ ഈ പെൺകുട്ടിയുടെ പ്രവൃത്തി ആയിരിക്കും എന്ന് മനസ്സിൽ കരുതി. മുറിയിൽ വന്ന് വീണ്ടും പരിശോധിച്ച് നോക്കിയപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ ഈ മുറിയുടെ ആ സൈഡിലൊരു കുട്ടായിരുന്നു. നനയ്ക്കാനുള്ള തുണികളൊക്കെ ഇടുന്ന ഒരു ബോക്സ് ഉണ്ട്, ബാസ്ക്കറ്റ് ഉണ്ടായിരുന്നു. അത് പരിശോധിച്ചപ്പോൾ ഒരു പാവാടയും ഒരു ജട്ടിയും. അത് എടുത്ത് നോക്കുമ്പോൾ അതിനകത്ത് എന്തോ സ്റ്റിഫ്നെസ് കണ്ടോ, കളർ വ്യത്യാസം കണ്ടോ എന്നൊരു സംശയം തോന്നി. അതെടുത്ത് ഞങ്ങൾ മാസ്റ്റർ ബന്ധോസിലെടുത്ത് തെളിവ് ശേഖരണത്തിൻ്റെ ഭാഗമായിട്ടാണ് അതെടുത്ത് അതിനകത്ത് സെമൻ്റ് അംശം വല്ലതും ഉണ്ടോ എന്ന് കണ്ടെത്തണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് എടുത്തത്. പക്ഷെ ഞങ്ങൾ അതെടുത്ത് മാസ്റ്റർ വിവരിക്കുന്നത് അകലെ ഇരുന്ന് തോമസ് വക്കീൽ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഖം ഇരുളുന്നത് ശ്രദ്ധിച്ചെങ്കിലും കണ്ടെങ്കിലും കണ്ടില്ല എന്നടിച്ചുകൊണ്ട് ഞങ്ങളുടെ അന്വേഷണം മുന്നോട്ട് നടന്നുകൊണ്ടിരുന്നു. അവിടുത്തെ ആ മുറിയുടെ അതെല്ലാം തെളിവ് ശേഖരണത്തിനായി ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കാനായിട്ട് എല്ലാ ഏർപ്പാടൊക്കെ ഉണ്ടാക്കാനുള്ളതും വീട്ടിലെ ചുറ്റുമെല്ലാം നോക്കി ബിനുവിടെ മുറിയുടെ വിവരങ്ങളും ഒക്കെ തിരയെല്ലാം ഞങ്ങളുടെ എഴുതാനുള്ള എല്ലാം എഴുത്തുമെല്ലാം ഒരു പരുവത്തിലായി. ഈ പത്രക്കാരും ഇതെല്ലാം അന്ന് വന്ന് പോയവരെല്ലാം കൂടെ അടുത്ത ദിവസം പത്രത്തിൽ ഞങ്ങൾ അവിടുന്ന് രാത്രിയോട് മടങ്ങുകയും ചെയ്തു. അടുത്ത ദിവസം പത്രത്തിൽ ഈ വലിയ വാർത്ത വന്നെങ്കിലും അന്ന് പോലീസിനെതിരെ ഒന്നും വിമർശനങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും അവരുടെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കാവുന്നത് അടുത്ത ദിവസത്തെ പത്രങ്ങളിൽ എന്തായാലും പോലീസിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള വാർത്തകൾ ഉണ്ടാവും എന്നാണ് അറിയാമായിരുന്നു. അപ്പോൾ അത് രണ്ടാമത്തെ ദിവസവും ഈ വാർത്തകൾ ഇങ്ങനെ വരുന്നെങ്കിലും രാവിലെ പോസ്റ്റ്മോർട്ടം നടത്തിയ പരിശോധന നടത്തിയ ഡോക്ടറെ കാണാനായിട്ട് പോസ്റ്റ്മോർട്ടം പരിശോധന നടത്തിയ ഡോക്ടറെ കണ്ട് ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഇത് റേപ്പ് നടന്നിട്ടുണ്ടോ ഇല്ലേ എന്ന് വേണമെങ്കിൽ ഫിംഗർ ടെസ്റ്റിലൂടെ വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, പെൺകുട്ടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടോ ഇല്ല. പക്ഷേ അതിനോടനുബന്ധിച്ചുള്ള തെളിവുകൾ ശേഖരിക്കാൻ നിവൃത്തിയില്ല. കാരണം അത് ഈ യൂഡിക്ലോൺ പോലത്തെ സ്പിരിറ്റ് പോലെ എന്തോ ഒരു വസ്തു കൊണ്ട് കഴുകി തുടച്ച് വൃത്തിയാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അതിനോടനുബന്ധിച്ചുള്ള തെളിവുകളൊന്നും കണ്ടെത്താനാവുന്നില്ല. പിന്നെ കുട്ടിയുടെ മരണം കാരണം ഈ കഴുത്തിലേറ്റ മുറിവിൽ നിന്ന് അമിതമായ രക്തസ്രാവം ഉണ്ടായി. അതിൽ വെച്ചുള്ള മരണമാണെന്ന് പറഞ്ഞൊരു സർട്ടിഫിക്കറ്റ് തരാം. മറ്റേ വസ്ത്രങ്ങളും എല്ലാം കെമിക്കൽ എക്സാമിനേഷൻ പരിശോധനയ്ക്ക് ശേഷം നമുക്ക് വിവരങ്ങൾ അറിയാം എന്ന് പറഞ്ഞ് അത് പാക്ക് ചെയ്ത് കെമിക്കൽ ലാബിലേക്ക് അയക്കാനുള്ള ഫോർവേഡിംഗ് നോട്ടുമൊക്കെ തയ്യാറാക്കി അയക്കാനുള്ള ഏർപ്പാടുമൊക്കെ ഉണ്ടാക്കി. അന്നത്തെ ദിവസം കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ ദിവസം ഈ ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വക്കീൽ ഓഫീസിൽ തന്നെ വന്നു, വീട്ടിൽ തന്നെ വന്ന് അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നു. മൊഴികൾ രേഖപ്പെടുത്തുന്ന കൂട്ടത്തിൽ ഈ അടുത്ത വീട്ടുകാരൻ വാട്ടർ അതോറിറ്റിയിൽ ജോലിയുള്ള ആ മനുഷ്യനെ വിളിച്ച് ചോദിച്ചപ്പോൾ FI മൊഴിക്കാരനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, സാർ ഞാനിവിടെ വന്നപ്പോൾ വക്കീൽ പറഞ്ഞ ഒരു മണിയോട് അടുപ്പിച്ചാണ് മുറിക്കകത്ത് ഈ ശബ്ദം കേട്ടത്, മകളുടെ മുറിക്കകത്ത്. അപ്പോൾ ഒന്ന് മുറിക്കകത്ത് ശബ്ദം കേട്ടു എന്ന് പറഞ്ഞു. എന്നെ വിളിച്ച് പറയുന്നത് 5 മണിക്കാണ്. അപ്പോൾ പക്ഷേ രാത്രി തന്നെ ആ അഡ്വക്കേറ്റും ഭാര്യയും കൂടെ ഉറക്കെ ശബ്ദമുണ്ടാക്കിയിരുന്നെങ്കിൽ ഞങ്ങളുടെ തൊട്ടടുത്ത വീടാണ്, കേൾക്കുമായിരുന്നു, ഞങ്ങൾ വരുമായിരുന്നു. ഈ പ്രായമായ കുട്ടിയെ ഇവർ ആശുപത്രിയിൽ എത്തിക്കാനോ ഇവിടുന്ന് ഓടിപ്പോയെന്ന് കരുതുന്ന ആ കള്ളനെ കൊലപാതകയെ പിടിക്കാനോ എന്തെങ്കിലുമൊക്കെ പോലീസിനെ അറിയിക്കുക എന്തെങ്കിലും ചെയ്തെങ്കിൽ അത് അവർ ചെയ്യുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് ഇവർ രണ്ടാളും അത് ചെയ്തില്ല എന്നൊരു സംശയം എൻ്റെ മനസ്സിലുണ്ട്. എന്തുകൊണ്ട് അവർ ചെയ്തില്ല എന്ന ചോദ്യമാണ് എനിക്കുള്ളത് എന്ന് അയൽക്കാരൻ്റെ മൊഴി സംശയം പറഞ്ഞു. സ്വാഭാവികമായിട്ട്
എല്ലാവരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു സംശയം തന്നെയാണ്. പത്രങ്ങളിലും ചെറുതായിട്ടിങ്ങനെ സൂചനകളുണ്ടായിരുന്നു. രാത്രി ഇങ്ങനെ 1 മണിക്കാണ് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് 6 മണിക്കാണ്. ഇങ്ങനെ ചില സൂചനകൾ അവിടെ ഉള്ളതായിട്ടല്ലാതെ ഈ മറ്റു ഈ കൊലയെപ്പറ്റി ബന്ധപ്പെടുത്തിയോ അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്താനോ പത്രക്കാർക്ക് കഴിഞ്ഞിട്ടുമില്ല. അതിനുള്ള ശ്രമം വലുതായിട്ട് നടത്തിയിട്ടില്ല. കുറേ ഇതൊക്കെ കഴിഞ്ഞ് പോലീസ് അന്വേഷണത്തിൻ്റെ രീതിയൊക്കെ വിവരിച്ചിട്ടുള്ളതല്ലാതെ ആ ഒരു ഇതുമില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞങ്ങള് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. മറ്റ് പുറത്തുള്ള ഇതെല്ലാം കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലൂടെ വക്കീല് ചില വക്കീലിന് കൊടുത്ത വാർത്തകളാണ് പത്രത്തിലൂടെ വരുന്നതെങ്കിലും ഈ വാ ഈ ഈ എന്തെങ്കിലും സൂചനകൾ പുതിയതായിട്ട് ലഭിച്ചെങ്കിൽ മാത്രമേ പോലീസിന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കും എന്നല്ലാതെ അവരുടെ സഹായം ഇല്ലാതെ തന്നെയാണ് ഞങ്ങൾക്ക് അന്വേഷിക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട്. പക്ഷെ അതല്ല, അങ്ങനെ എന്തെങ്കിലും ആരോപണങ്ങൾ ഉന്നയിക്കണ്ടേ? ഇങ്ങനെയൊക്കെ ആണെങ്കിലും അയൽക്കാരുടെ മൊഴികളിൽ ചില സംശയങ്ങൾ. വക്കീലിൻ്റെ ഭാര്യ ദീനാമ്മ, ആ ദീനാമ്മ ഒരു ഒന്നൊന്നര പ്രൊഫസറാണ്. കാരണം അവരുടെ വീക്കായ സ്റ്റുഡൻസിനെയൊക്കെ കണ്ടുപിടിച്ച് വീട്ടിലെത്തി ട്യൂഷൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ കൊടുക്കുന്ന കൂട്ടത്തിൽ ഒരു പയ്യൻ്റെ വീട്ടിലുള്ള വീട്ടുകാരെ അവർ കൈയോടൊക്കെ പിടിച്ചപ്പോൾ ദീനാമ്മ അവരെ കാല് പിടിച്ചൊക്കെ ആ സംഭവം മുഴുവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിലും കോളേജ് കാമ്പസിൽ ഇന്നും ആ കഥകൾ ഇന്നും പ്രചരിച്ച് നോക്കുന്നു. അത് ദീനാമ്മയെക്കുറിച്ച് ഇങ്ങനെയുള്ള ചില ആരോപണങ്ങൾ അടുത്ത വീട്ടുകാർ പറഞ്ഞതെങ്കിലും അതൊന്നും നമ്മളത് കാര്യമാക്കി എടുക്കാതെ ആ രീതിയിൽ നിർത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ ഗ്രഹണം എടുക്കുമ്പോൾ നീർക്കോലിയും തലപൊക്കുമെന്ന് പറഞ്ഞ പോലെയാണ് ഈ ദീനാമ്മയെക്കുറിച്ച് പുതിയൊരു ആരോപണം വന്നിരിക്കുന്നത്. ഈ ബിനു എന്ന് പറയുന്ന ആ ക്ലർക്ക് 10 വർഷമായിട്ട് കഴിഞ്ഞ വർഷം 10 വർഷമായിട്ട് ഈ വീട്ടിനുള്ളിൽ താമസിക്കുകയാണ്. അപ്പോൾ ബിനുവിനും സ്പെഷ്യൽ ട്യൂഷൻ എടുക്കാറുണ്ട് ദീനാമ്മ എന്നൊരു ആരോപണം. ബിനുവിനെ സ്പെഷ്യൽ ട്യൂഷൻ എടുക്കുന്ന ദീനാമ്മയുടെ പ്രവൃത്തി കണ്ട് മകളും അത് കണ്ട് ആ വഴിക്ക് സഞ്ചരിക്കാൻ തുടങ്ങിയതിൻ്റെ വൈരാഗ്യ നിമിത്തം ഈ വക്കീൽ ഭാര്യയും കൂടെ മകളെ കൊലപ്പെടുത്തിയാണ് എന്നൊരു സംശയങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്നുണ്ടായെങ്കിലും അതിനൊന്നും ഒരു പിൻബലമില്ലാത്തതുകൊണ്ട് ആരോപണങ്ങൾ മാത്രമായിട്ട് അവശേഷിച്ചു. എന്തെങ്കിലും ആരോപണങ്ങൾക്ക് തെളിവുകൾ ശേഖരിക്കണം. ഞങ്ങൾ ആ ഭാഗത്ത് അങ്ങനെ തെളിവ് ശേഖരിക്കാനുള്ള ഒരു ശ്രമം നടത്തി. ഈ വക്കീലായിട്ട് യാതൊരു അടുത്ത ബന്ധമുള്ള 1-2 ജൂനിയർ വക്കീലന്മാർ. അപ്പോൾ അവരോട് അവരെ ചോദ്യം ചെയ്യാമെന്ന് കരുതിയപ്പോഴാണ് ഒരു ലക്ഷ്മണരേഖ വരയ്ക്കപ്പെട്ടിരിക്കുന്നു. വക്കീലിൻ്റെയോ വീട്ടുകാരെയോ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ അവരോട് ചോദിച്ചാൽ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ല, അല്ലാതെ കൂടുതൽ അവരോട് ചോദിക്കാൻ പാടില്ല എന്നൊരു ലക്ഷ്മണരേഖ വരയ്ക്കപ്പെട്ടിരിക്കുന്നു. ശരി, അവരാരും ഉപദ്രവിക്കാതെ തന്നെ. എന്നാലും മറ്റുള്ള ചില വക്കീലന്മാർ കാഷ്വലായിട്ട് ചോദിച്ച് മനസ്സിലാക്കി. ഈ ബിനുവിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, ബിനു നല്ല ചെറുപ്പക്കാരനാണ്, എന്ത് പറഞ്ഞാലും അനുസരണയും വിനയമുള്ളവനാണ്, അവൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രവൃത്തി ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ളതാണ് ജൂനിയർ വക്കീലന്മാരടക്കം പല ആളുകളുടെ ഇതിലും ഉണ്ടായത്. ആ പരാതിക്കാരൻ എഫ്ഐക്കാരനും പറഞ്ഞത് ഇത് തന്നെയാണ്. സാർ, അവനെ എനിക്ക് കഴിഞ്ഞ 10 വർഷമായിട്ട് അറിയാം. പക്ഷെ അവൻ്റെ ഇത്രയും നല്ല സ്വഭാവം, ഇത്ര വിനയമുള്ള ഒരുത്തൻ ഇത്തരം ഒരു കടുത്ത പ്രവൃത്തി ചെയ്യുമെന്ന് ഞങ്ങൾ ആരും കരുതുന്നില്ല. അവനത് ചെയ്യാൻ കഴിയില്ല. ഇത്തരത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് 3-ാമത്തെ ദിവസമാണ് ഒരു പുതിയ വിവരം കിട്ടുന്നത്. ഈ ഹൈക്കോടതിന് സമീപത്തുള്ള മെറൈൻ ഡ്രൈവിലെ ആ കായലിൽ ഒരു ചാക്കിൽ കെട്ടിയ ഒരു മൃതദേഹം. വിവരം അറിഞ്ഞുകൊണ്ട് പോലീസ് സ്ഥലത്തെത്തി ആളുകളുടെ സഹായത്തോടെ ചാക്ക് കെട്ടിയ കരക്കെത്തിച്ച് അഴിച്ചു നോക്കുമ്പോഴാണ് ആളെ തിരിച്ചറിയാനാവുന്നില്ല. 3 ദിവസം കൊണ്ട് തുടങ്ങിയ നിലയിലാണെങ്കിലും മാത്രമല്ല, തിരിച്ചറിയാൻ പറ്റിയ ഒരു അടയാളങ്ങളോ രേഖകളൊന്നുമില്ല. കാരണം തലയില്ല. ആ മൃതദേഹത്തിൻ്റെ തല അറുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. തല അറുത്ത് മാറ്റിയത് മൃതദേഹത്തിന് ഇൻക്വസ്റ്റൊക്കെ നടത്താൻ വേണ്ടി നടപടികളൊക്കെ നടത്തിയ കൂട്ടത്തിൽ ഇതിന് DNA ടെസ്റ്റ് നടത്താനുള്ള പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികൾ കഴിഞ്ഞ് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നതിന് മുമ്പ് ഇൻക്വസ്റ്റ് ഈ DNA ടെസ്റ്റ് നടത്താനുള്ള ആവശ്യമുള്ള സാമ്പിളുകൾ ശേഖരിക്കണമെന്ന് ഒരു റിപ്പോർട്ടും കൂടെ കൊടുത്താണ് പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്ക് അയച്ചത്.
അതിനിടയിൽ ബന്ധുക്കളെന്ന് കരുതുന്ന ആളുകളെ കൊണ്ടുവരാനും അവരെ കൊണ്ട് തിരിച്ചറിയിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും അതും പരാജയപ്പെട്ടു. അവർക്ക് ബിനു ആണെന്ന് തോന്നുന്നു എന്നല്ലാതെ ബിനു ആണെന്ന് ഉറപ്പിച്ച് പറയാനും ആക്കുന്നില്ല. അപ്പോൾ ആ ഡെഡ് ബോഡി തിരിച്ചറിയപ്പെടാതാവാത്ത വിധം അത്തരത്തിൽ തന്നെ ആ ബസ് പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി ആ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ആ മൃതദേഹം മറവ് ചെയ്യുകയും ചെയ്തു. അവരും സ്ട്രെസ് ചെയ്ത് പറയുന്നില്ല ഇത് ബിനുവിൻ്റെ ശരീരമാണെന്ന്. കാരണം ഈ അടുത്ത ബന്ധുക്കൾ ഇല്ല, അച്ഛനും അമ്മയും ഇല്ല. പിന്നെ ബന്ധുക്കളെന്ന് പറയുന്നവർ അകന്ന ബന്ധുക്കളൊക്കെ ഉള്ളു. അവർക്കൊന്ന് അത്തരത്തിൽ ചെറിയ തക്കമുള്ള അത്ര അടുപ്പമുള്ളവരും ബന്ധുക്കളും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് അത് പ്രധാനപ്പെട്ട കാരണം. എന്തായാലും അത് കഴിഞ്ഞു. നിൽക്കുമ്പോഴാണ് 3 ദിവസം കഴിഞ്ഞ് ഇത് കഴിഞ്ഞ് അന്വേഷണം നടന്നുകൊണ്ട് പോകുമ്പോൾ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങൾ അന്വേഷിച്ച വഴികളെല്ലാം പുതിയ പുതിയ തെളിവുകൾ കണ്ടെത്താനുള്ള ശ്രമം നടത്തിയിട്ടില്ല. ആ ഭാഗത്തു നിന്നല്ല ഈ ഇദ്ദേഹത്തിൻ്റെ വിരോധമുള്ള ആളുകളെയും മറ്റുള്ളവരെ എല്ലാ ഭാഗം അന്വേഷിച്ചിട്ടും ഒരിതുമില്ല. പുറത്തു നിന്ന് വന്ന ആളുകളെ പറ്റിയുള്ള ഒരു വിവരണവും കിട്ടിയില്ല. ഇതിനിടയിൽ ചില സൂചനകൾ വന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ ഈ കുട്ടി മരിച്ചു കിടന്ന ദിവസം രാത്രി 1 മണി കഴിഞ്ഞ സമയത്ത്, അന്ന് രാത്രി ഒരു 2 മണി കഴിഞ്ഞ സമയത്ത് ഈ അഡ്വക്കേറ്റിൻ്റെ കാറ് ഹൈക്കോടതിന് സമീപം വന്നിരുന്നുവെന്നും അവിടെ നിൽക്കുന്നത് കണ്ടുവെന്നും അതിൻ്റെ ഒരു 300 മീറ്റർ അപ്പുറത്ത് മാറിയാണ് കായലിൽ ചാക്ക് കെട്ടി കിടന്നതെന്നും സാക്ഷിമൊഴികൾ പറയുന്നു. പക്ഷെ അത് വക്കീല് ചാക്കോട്ട് കണ്ട് കളഞ്ഞതോ ഇതൊന്നും ആരും കണ്ടതല്ല. ഈ കാർ അവിടെ കിടക്കുന്നത് കണ്ട ആളുകളുണ്ട്. പോയ വഴിക്ക് കണ്ട ആളുകളാണ്. അത് മാത്രമല്ല ഒരു 4 മണിയോട് അടുപ്പിച്ച സമയം ഇതേ കാറ് വക്കീലിൻ്റെ വീട്ടിനുള്ളിലോട്ട് കയറുന്ന കണ്ടല്ലോ എന്ന് അടുത്ത വീട്ടുകാരും മൊഴി നൽകിയിട്ടുണ്ട് 4 മണിക്ക്. അപ്പോൾ ഈ വിവരത്തെക്കുറിച്ച് ഇങ്ങനെ അറിഞ്ഞ സൂചന കിട്ടിയപ്പോൾ തന്നെ വക്കീൽ ചോദിച്ചത്, ഞങ്ങളുടെ മകള് സിങ്കിങ് സ്റ്റേജിലാണ്, മരണശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഞങ്ങൾക്ക് ഒന്നിനും ആവാതെ ഞങ്ങളുടെ മകളെ കെട്ടിപ്പുണർന്ന് കിടക്കുന്ന ഞാൻ കാറും കൊണ്ട് അവിടെ ഹൈക്കോടതി പോയെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമല്ലേ എന്ന് വക്കീലിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ എല്ലാ ആരോപണങ്ങളും നിഷ്പ്രഭമായി. ഈ വക്കീലിനെതിരെ ഈ ഇല്ലാത്ത തെളിവുകൾ കൊണ്ട് ആരോപണം ഉന്നയിക്കാനും പറ്റില്ല. കാരണം പ്രശസ്തനായ ക്രിമിനൽ ലോയറാണ്. ഈ ഇദ്ദേഹത്തിനെതിരെ എന്തെങ്കിലും തെളിവുകൾ ഉന്നയിക്കണമെങ്കിൽ ഈ അടിസ്ഥാനമില്ലാത്ത തെളിവുകൾ ഉന്നയിക്കുകയാണെങ്കിൽ അത് ഐസ് കെട്ടയുടെ മുമ്പിലുള്ള തീക്കനൽ പോലെ ഉരുകി ഉരുകില്ലാതായി. ആരോപണം ഉന്നയിക്കണമെങ്കിൽ ശക്തമായ തെളിവുകൾ വേണം. അപ്പം ശക്തമായ തെളിവുകൾ ഉണ്ടാവാതിരിക്കാനുള്ള ഏതോ ഒരു ശക്തിയുടെ അടിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് മനസ്സിലായി. കാരണം ഈ പത്രക്കാർ ഈ അന്വേഷണം നടന്നിട്ട് തെളിവുകളൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടും ഇതൊരു മറ്റൊരു ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കണമെന്നോ അതല്ലെങ്കിൽ CBI അന്വേഷിക്കണമെന്നോ പറയാൻ ഒരു പത്രക്കാരനോ ഒരു രാഷ്ട്രീയ നേതാവോ ആരും മുന്നോട്ട് വരുന്നില്ല. ഇത് പോലീസ് അന്വേഷണം നടക്കുന്നു, തൃപ്തികരമല്ല എന്ന് പറയുന്നതല്ലാതെ മറ്റൊരു അന്വേഷണ ഏജൻസിയെ കൊണ്ടുവരണം ഉന്നയിക്കാൻ എന്നുള്ള അതിനെ അടിച്ചമർത്തി വയ്ക്കത്തക്കവണ്ണമുള്ള ശക്തി ഏതാണെന്ന് ഞങ്ങൾക്കും ഒരു പിടിയും കിട്ടിയില്ല. ആരും ഉന്നയിക്കുന്നില്ല, പറയുന്നുമില്ല. അന്വേഷണം ഇങ്ങനെ മതിയെന്നുള്ളതിലാണ് പോകും. ഞങ്ങളുടെ അന്വേഷണം ഒരു പരിധിവരെ നിന്ന് വഴിമുട്ടി. ഇനി തുറന്ന് അന്വേഷിക്കണമെങ്കിൽ അതിൻ്റെ തല കിട്ടണം, തല കണ്ടെത്തണം. അത് ബിനു ആണെന്ന് ഉറപ്പ് വരുത്തണം. എങ്കിലേ നമുക്ക് ഈ കണക്ട് ചെയ്ത് ലഭിച്ച വിവരങ്ങളെ കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ശക്തമായ തെളിവുകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ അതിന് ബോധമായ തെളിവുകൾ കിട്ടാൻ പറ്റുന്നില്ല, കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ വക്കീലിൻ്റെയും കുടുംബത്തെ ആരെയും ഉപദ്രവിക്കാനും പാടില്ല. പുറത്തു നിന്ന് ദൂരെ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുക, അന്വേഷണം നടത്തുക എന്നല്ലാതെ അതിനപ്പുറം നമുക്ക് കടക്കാനും പറ്റുന്നില്ല. ഈ സാഹചര്യത്തിൽ ഇനി അന്വേഷണം ഇങ്ങനെ തുറന്നുകൊണ്ട് പോകാനും പറ്റില്ല എന്നുള്ള സത്യപ്പോഴാണ് റിപ്പോർട്ട് എഴുതി. ഇതിന് വേണമെങ്കിൽ ആരോപണങ്ങൾ വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വക്കീലിൻ്റെയും ഭാര്യയും കൂടെ ഈ മകളെ ഈ ബിനുവായിട്ട് ബന്ധപ്പെടുന്നത് കണ്ട് ദേഷ്യം കൊണ്ട് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയതാണ് എന്ന ഭാഗം അന്വേഷിക്കണം എന്നും, ഇത് വക്കീലിൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നടന്നതല്ലാതെ പുറത്തു നിന്ന് ആരും കള്ളന്മാർ വന്നതായിട്ടുള്ള തെളിവുകൾ കിട്ടിയില്ല എന്നും
ഈ പുതിയതായിട്ട് എന്തെങ്കിലും അന്വേഷിക്കണമെങ്കിൽ ഈ തല ഇത് ബിനുവിൻ്റെയെന്ന് സംശയിക്കുന്ന ആ ജഡം, അത് തലയോട്ടി കണ്ടെത്തി ആളെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് വരെ ഇതിന് ആ അതിനെ കണക്ട് ചെയ്യാൻ സാധിക്കാത്തതുകൊണ്ട് ഈ കേസിൻ്റെ അന്വേഷണം തൽക്കാലം ഇവിടെ വെച്ച് നിർത്തുന്നു എന്ന് പറഞ്ഞ് CD ഫയലിൽ എഴുതി വെച്ച് കെട്ടിവെച്ചു. അതേ തൽക്കാലം നിവർത്തിയുള്ളൂ. ഏതാണ്ട് 2 മാസം കഴിഞ്ഞു. പെട്ടെന്നാണ് ദൈവത്തിൻ്റെ കരങ്ങൾ പ്രവർത്തിക്കുന്നത് പോലെ ആ വീട്ടിന് ഒരു തെങ്ങുണ്ടായിരുന്നു. ആ തെങ്ങിലെ ഒരു തേങ്ങ വെട്ടുകാരന് ഒരു കയ്യബദ്ധം പറ്റി. ഒരു തേങ്ങ അയാളെ കൈ വിട്ട് തെറിച്ച് വന്ന് ഒരു ചെടിച്ചട്ടിയിൽ വീണു. അയാൾ പേടിച്ച് ചെടിച്ചട്ടി പൊട്ടിയതിൻ്റെ ഒരു വക്കീൽ വഴക്ക് പറയുമെന്ന് പറഞ്ഞ് പേടിച്ച് ഇറങ്ങി വന്ന് പകുതി ഇറങ്ങി വന്നിട്ട് ടെറസിൽ ഇറങ്ങി വന്ന് ചെടിച്ചട്ടി നോക്കുമ്പോഴത്താണ് അയാൾ കാണുന്നത് ഒരു തലയൊട്ടി, വേര് പിടിച്ച ഒരു തലയൊട്ടിയും ഒരു കത്തിയും. ഇയാൾ ആ അന്തം വിട്ട് ഇയാൾ ഒരു ഉറക്കം നിലവിളിച്ചു. ഇതാ ഒരു തലയോട്ടി, ഒരു കത്തി എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ട് താഴേക്ക് ഓടി. പക്ഷെ അയാൾക്ക് ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. അയാൾ കിതച്ച് കിതച്ച് എന്തൊക്കെ പറയാൻ ശ്രമിക്കുന്നു. പക്ഷെ താഴെ നിന്ന വക്കീലന്മാരുടെ ആ ബഹളത്തിനിടയിൽ ഇയാളെ ശബ്ദം അമർന്നുപോയി. യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾ പ്രവർത്തിച്ചത് ചെടിച്ചട്ടിയിൽ തേങ്ങ വീഴുന്നതല്ല. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ തലയിലാണ് യഥാർത്ഥത്തിൽ തേങ്ങ വീണത്. കാരണം ആ കേസുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ബന്ധപ്പെട്ടൊരു ഓഫീസറുണ്ടോ അവരുടെ എല്ലാം തലകൾ ഉരുണ്ടു. അവരെല്ലാം ട്രാൻസ്ഫറായി. ഒറ്റ മനുഷ്യരും അവിടെ ഇല്ല. ആ പല വഴിക്ക് ട്രാൻസ്ഫറായി. മാത്രമല്ല ഈ ചെടിച്ചട്ടിയുടെ സ്ഥാനത്ത് പുതിയ ചെടിച്ചട്ടികൾ നിരത്തും. അതിലെല്ലാം പുതിയ ചെടികൾ വളർന്നു വന്നു. അതിലെല്ലാം പുതിയ പൂക്കൾ വിടർന്നുകൊണ്ടേയിരുന്നു. ഈ കേസിൻ്റെ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി.